എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താന്ന് വെച്ചാ ഞങ്ങള് പെൻഷൻ കൊടുത്തും അരിയും കടലയും കൊടുത്ത് ഭരണം കിട്ടിയെന്ന് പറഞ്ഞു. പുഴുത്ത അരിയും കടലയും കൊടുത്ത് കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചില്ലേ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇതെന്തൊരു നമ്പറാ? പറ്റിച്ചില്ലേ? എന്തിയാ ഈ വിഷുവിന് പെൻഷൻ കൊടുക്കാത്ത? പെൻഷൻ കൊടുത്തു ആർക്കെങ്കിലും? ഒരു വൃദ്ധരായ ആളുകൾക്ക് കൊച്ചുമക്കൾക്ക് വിഷുക്കൈനീട്ടം കൊടുക്കാനുള്ള പെൻഷൻ കൊടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചോ? എല്ലാവരും സ്വീകരിക്കും, മലയാളികൾ എല്ലാവരും സ്വീകരിക്കും. അതുപോലെ മിണ്ടാതിരിക്ക ഞാൻ പറയട്ടെ. അല്ല, ഇന്നലെ മനോരമ പത്രത്തിൽ കണ്ടല്ലോ, ഉള്ള ലോ ഫ്ലോർ AC ബസ് എല്ലാം കാട്ടിക്കയറ്റിട്ട് അങ്ങനെ അതൊക്കെ നന്നാക്കി ഇങ്ങോട്ട് റോഡിലേക്ക് ഇറക്കട്ടെ. അതുപോലെ തന്നെ ചെങ്ങോലപ്പാടത്ത് ഒരു തൂണ് വാർത്തു വെച്ചിട്ട് 12 വർഷമായി മേൽപ്പാലം പണിയാൻ. മനസ്സിലായോ? സാധാരണക്കാരന് വേണ്ടത് അതൊക്കെയാ. അല്ലാണ്ട് ഈ ട്രെയിനിൽ കയറി യാത്ര ചെയ്യാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ കാക്കനാട് പോകണം. കാക്കനാട് ട്രെയിൻ കയറണം തിരുവനന്തപുരത്തേക്ക്. അതിന്റെ ആവശ്യമില്ല. ജനശതാബ്ദിയും കുറെ ട്രെയിനുണ്ട്. നമുക്ക് ഈ മുളന്തുരുത്തി ചെന്ന് അങ്ങ് കയറി പോവാം. ജനങ്ങളെ പൊട്ടനാക്കിക്കൊണ്ട് DPR എന്നും പറഞ്ഞ് കുറെ തൂണുകല്ലും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ സ്ത്രീകൾ ശക്തമായിട്ട് എതിർക്കും. ഇത് ഈ കേരളത്തിൽ നടപ്പാക്കില്ല. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം.